എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പലരും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് ഫേഷ്യൽ ചെയ്യാനായിട്ട് ഏത് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഏത് ഫേഷ്യൽ കിറ്റാണ് നമുക്ക് ബെറ്റർ ആയിട്ടുള്ളത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. നമുക്ക് നമ്മുടെ സ്കിന്നിന് അല്ലെങ്കിൽ കസ്റ്റമർക്ക് ഉപയോഗിച്ചാൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഫേഷ്യൽ കിറ്റ് ഏതാണ്, കസ്റ്റമർക്ക് റിസൾട്ട് കിട്ടുന്നതിന് പുറമെ നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കിട്ടുന്ന റിസൾട്ട് കിട്ടുന്ന ഫേഷ്യൽ കിറ്റ് ഏതാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമുക്ക് ഫേഷ്യൽ കിറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കമ്പനിയുടെ ഫേഷ്യൽ കിറ്റ് ആണ്, VLCCയുടെ ആണ്. അപ്പോൾ VLCC യൂസ് ചെയ്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും എത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എത്രയോ വർഷങ്ങൾ കൊണ്ട് VLCCയുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ശരിക്കും റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു 2-3 ഫേഷ്യൽ കിറ്റുകൾ അതിനകത്തുണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് ഞാൻ അത് ലാസ്റ്റിൽ പറയാം. അപ്പോൾ VLCCയുടെ ഫേഷ്യൽ കിറ്റിൽ പല ഇതിലുള്ള കിറ്റുകളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഡയമണ്ട് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ഗ്ലോ ആയിട്ടുള്ള ഫേഷ്യൽ കിറ്റ് ഉണ്ട്, ഫ്രൂട്ട് ഫേഷ്യൽ ഉണ്ട്, അതുപോലെ പിന്നെ ആന്റി ടാൻ്റെ ഫേഷ്യൽ ഉണ്ട്, ചാർക്കോൾ ഫേഷ്യൽ, അങ്ങനെ പല ഇതിലുള്ള കിറ്റുകൾ നമുക്ക് VLCCയിൽ ലഭ്യമാണ്. അപ്പോൾ പലരും നമ്മുടെ വീഡിയോ കാണുന്ന പലരും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ഓൾറെഡി പാർലർ റണ്ണിങ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്, പിന്നെ ഇനി സ്റ്റാർട്ട് ചെയ്യാനായിട്ടിരിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും സംശയമാണ് നമുക്ക് നന്നായിട്ട് കസ്റ്റമർക്ക് ഹാപ്പി ആവുന്ന ലെവലിൽ നന്നായിട്ട് റിസൾട്ട് കൊടുക്കാൻ പറ്റുന്ന ഫേഷ്യൽ കിറ്റ് ഏതാണ് എന്നുള്ളത്. അപ്പൊ ഞാൻ യൂസ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 2-3 ഫേഷ്യൽ കിറ്റ് ഉണ്ട്. അതില് നമ്പർ 1 എന്ന് പറയുമ്പോഴത്തേക്കും VLCCയുടെ ഗ്ലോ ഫേഷ്യൽ കിറ്റ് ആണ്. VLCCയുടെ ഗ്ലോ ഫേഷ്യൽ കിറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് VLCCയുടെ ഗ്ലോ ഫേഷ്യൽ കിറ്റ് ആണ്. അപ്പോൾ ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമുക്ക് 4 സ്റ്റെപ്പാണ് ഇതിന്റെ പ്രൊസീജിയർ വരുന്നത്. നമ്മുടെ ഈ ഒരു കിറ്റിനകത്ത് ക്ലെൻസിങ് വരുന്നില്ല. അപ്പോൾ ഇതില് ഓൾറെഡി സാക്ഷ പാക്കറ്റ് പോലെയാണ് ഇതിൽ വരുന്നത്. ഓരോന്നിനും സാക്ഷ പോലെയാണ് വരുന്നത്. അപ്പോൾ ഇതില് സ്ക്രബ്, അതുപോലെ തന്നെ ഇതിലിപ്പോ വരുന്നത് സ്ക്രബ് വരുന്നുണ്ട്, മസാജ് ജെല്ലുണ്ട്, ഫേസ് ക്രീം ഉണ്ട്, പാക്ക് ഉണ്ട്, പിന്നെ നമുക്ക് ഒരു സ്കിൻ വൈറ്റനിങ്ങിന്റെ സിറവും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലെൻസിങ് നമ്മൾ സെപ്പറേറ്റ് ക്ലെൻസ് എടുത്ത് നമ്മൾ യൂസ് ചെയ്യണം. പക്ഷെ ഇതിന്റെ സ്ക്രബ് എന്നൊക്കെ പറയുന്നത് ശരിക്കും നന്നായിട്ട് റിസൾട്ട് കിട്ടുന്ന സ്ക്രബാണ്. അതുപോലെ സ്കിന്നിലെ ഡെഡ് സ്കിന്നിനെ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു സാക്ഷ പാക്കറ്റ് എന്ന് പറയുന്നത് കമ്പനി പറയുന്നത് ഒരു കസ്റ്റമർക്ക് ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ നമുക്ക് അത്രയും സ്ക്രബ് ഒന്നും ഒരാളുടെ ഫേസിന് വേണ്ട. നമ്മൾ ആവശ്യത്തിന് മാത്രം സ്ക്രബ് എടുത്ത് ചെയ്താൽ മതി. കാരണം ആ സ്ക്രബ് അതിൽ കൂടുതലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് നമ്മൾ എടുത്താൽ മതി. ഒരു സാക്ഷ പാക്കറ്റ് നമുക്ക് വേണമെങ്കിൽ 2 കസ്റ്റമർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഞാൻ പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. കമ്പനി പറയുന്നത് ഒരാൾക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 2 പേർക്ക് വേണമെങ്കിലും ഒരു സാക്ഷ പാക്കറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൽ മസാജ് ജെല്ല് വരുന്നുണ്ട്, ഫേസ് സിറം വരുന്നുണ്ട്, പിന്നെ ഫേസ് പാക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ സ്റ്റെപ്പ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ക്ലെൻസിങ് ഇപ്പൊ നമുക്കിപ്പോ ഇതിന്റെ VLCCയുടെ തന്നെ ക്ലെൻസിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം. ഇല്ല, ഇനിയിപ്പോൾ അതിപ്പോ നിങ്ങളുടെ കൈവശം ഇല്ല എന്നുണ്ടെങ്കിൽ VLCCയുടെ ക്ലെൻസിങ് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ക്ലെൻസ് എടുക്കുക. ക്ലെൻസ് എടുത്ത് ക്ലെൻസിങ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് ഡെഡ് സ്കിന്നെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം പിന്നെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തതിന് ശേഷം പിന്നെ വരുന്നത് ഫേസ് മസാജ് ജെല്ലാണ് വരുന്നത്. ജെല്ല് ഉപയോഗിച്ചാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മളൊരു 10 to 15 മിനിറ്റ്സ് നമുക്ക് മസാജ് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫേസിൽ സിറം അപ്ലൈ ചെയ്യണം. സിറം അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയുന്നത് 10 മിനിറ്റ്സ് സിറം ഒന്ന് അപ്ലൈ ചെയ്ത് ഫേസിൽ ഇട്ടിരിക്കണം എന്നാണ് പറയുന്നത്.
നമുക്ക് ഫേഷ്യൽ കിറ്റുകൾ പല കമ്പനികളുടെ പല ഫ്ലേവറിലും ഒക്കെ കിട്ടുന്ന ഫേഷ്യൽ കിറ്റുകൾ ഇന്ന് നമുക്ക് പല ഷോപ്പുകളിൽ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയ ഒരു ഫേഷ്യൽ കിറ്റാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫേഷ്യൽ കിറ്റ് ആയിരിക്കും VLCCയുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം VLCCയുടെ ഫേഷ്യൽ കിറ്റുകളാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റും കൂടിയാണ് VLCCയുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടുന്ന ഒരു ഫേഷ്യൽ കിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ടാനിന്റെ ഫേഷ്യൽ കിറ്റ് ഭയങ്കര റിസൾട്ടാണ്, പറയാതിരിക്കാൻ വയ്യ. അത് അത്രയ്ക്കും നമുക്ക് കസ്റ്റമർക്ക് ചെയ്ത് കൊടുത്താൽ പോലും അത്രയും നന്നായിട്ട് തിരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യൽ കിറ്റും കൂടിയാണ്. അപ്പോൾ അത് മാത്രമല്ല VLCCയുടെ പല വേറെ കിറ്റുകളുണ്ട്. ഡയമണ്ട് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, അതുപോലെ തന്നെ ചാർക്കോൾ ഫേഷ്യൽ കിറ്റ് ഒക്കെ നല്ല റിസൾട്ട്, അതായത് ഡൾ ആയിട്ടുള്ള സ്കിന്നിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ടാൻ ഒക്കെ ഉള്ളവർക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫേഷ്യലാണ്. അതുപോലെ തന്നെ ടാൻ ഫേഷ്യൽ കിറ്റ് ഉണ്ട്, പിന്നെ ഫ്രൂട്ടിന്റെ ഫേഷ്യൽ കിറ്റ് ഉണ്ട്. അങ്ങനെ പല ഇതിൽ നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പൊ അതിൽ ഞാൻ യൂസ് ചെയ്യുന്നതും എനിക്ക് റിസൾട്ട് കിട്ടിയ 2-3 കിറ്റുകളാണ് ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ബിഗിനേഴ്സ് ആയിട്ടുള്ള പലരും നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള ആൾക്കാരും പാർലർ റണ്ണിങ് നടത്തുന്ന ആൾക്കാർ ഇവിടെ ഓൾറെഡി നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. പിന്നെ ഇനി പാർലർ നടത്താനായിട്ടിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട്, മാഡം ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ഫേഷ്യൽ കിറ്റ് ഏതാണ്, അല്ലെങ്കിൽ കസ്റ്റമർക്ക് വരുമ്പോൾ കസ്റ്റമർക്ക് ഇച്ചിരി നല്ല ഗ്ലോ വേണം, ചിലപ്പോൾ നന്നായിട്ട് ടാൻ ആയിട്ട് വരുന്ന ഒരു കസ്റ്റമർക്ക് ടാൻ റിമൂവ് ചെയ്യണം, അപ്പോൾ അതിന് ഏത് ബ്രാൻഡ് ഫേഷ്യൽ കിറ്റാണ് ബെറ്റർ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ VLCCയുടെ ഗ്ലോ ഫേഷ്യൽ കിറ്റ് കാണിക്കാം. അപ്പോൾ VLCCയുടെ ഗ്ലോ ഫേഷ്യൽ കിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. VLCCയുടെ ഗ്ലോ ഫേഷ്യൽ കിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് വരുന്നത് 4 പ്രൊസീജിയർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ 4 പ്രൊസീജിയർ എന്ന് പറയുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ ഇത് സാക്ഷ പാക്കറ്റ് പോലെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു സാക്ഷ എന്ന് പറയുന്നത് ഒരു കസ്റ്റമർക്ക് എന്നാണ് കമ്പനി പറയുന്നത്. പക്ഷേ നമുക്ക് ഒരു കസ്റ്റമർക്ക് ഒരു സാക്ഷ പാക്കറ്റ് വേണ്ട. കാരണം സ്ക്രബ് നമുക്ക് ഇതിൽ നല്ല തരിയുള്ള സ്ക്രബാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ സ്ക്രബ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സാക്ഷയുടെ കുറച്ച് പകുതി എടുത്താൽ മതി. ഒരു ഫേസിന് ആവശ്യം എത്രയാണോ അത്രയും സ്ക്രബ് നമ്മൾ എടുത്താൽ മതിയാകും. അതിൽ കൂടുതൽ സ്ക്രബ് നമ്മൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതിൽ ക്ലെൻസിങ് ഇല്ല. അപ്പം നമ്മൾ സെപ്പറേറ്റ് ക്ലെൻസിങ് എടുത്ത് വേണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന പ്രൊസീജിയറിൻ്റെ ഇതെല്ലാം നമ്മുടെ ഈ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എത്ര സ്റ്റെപ്പാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ലെവലിലാണ് ഇൻസ്റ്റന്റ് ഗ്ലോ ആയിട്ട് കിട്ടുന്ന ഫേഷ്യൽ കിറ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് VLCCയുടെ ഇൻസ്റ്റന്റ് ഗ്ലോ ആണ് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്രൂട്ട് ഫേഷ്യൽ കിറ്റാണ് ഈ വരുന്നത്. അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ്. അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് 5 സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ ഈ 5 സ്റ്റെപ്പ് ആണ് ഇതിൽ വരുന്നത്. അപ്പോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതിലും ക്ലെൻസ് ഇല്ല വരുന്നത്. സ്ക്രബ്, ജെല്ല്, മസാജ് ക്രീം, ആന്റി ടാൻ പാക്ക്, പിന്നെ ഇതിന്റെ ഒരു ലോഷൻ, ഇത്രയാണ് വരുന്നത്. അപ്പൊ ഈ ലോഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് സ്റ്റെപ്പാണ് ലോഷൻ വരുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന അതേപോലെ തന്നെയാണ്. ഇതിലൊന്നും ഇങ്ങനെയുള്ള കിറ്റിലൊന്നും ക്ലെൻസ് ഉണ്ടാകത്തില്ല. അപ്പോൾ ക്ലെൻസ് നമ്മൾ സെപ്പറേറ്റ് വേണം നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതും എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു കിറ്റാണ് ഫ്രൂട്ട് ഫേഷ്യൽ കിറ്റ്. VLCCയുടെ ഫ്രൂട്ട് ഫേഷ്യൽ കിറ്റ് എന്ന് പറഞ്ഞത് നല്ല റിസൾട്ട് കിട്ടിയ ഒന്നാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആന്റി ടാനിന്റെ ഫേഷ്യൽ കിറ്റാണ്. ടാൻ റിമൂവ് ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കിറ്റ് തന്നെയാണ് നമ്മുടെ ആന്റി ടാനിന്റെ ഫേഷ്യൽ കിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഇതിൽ ഓട്സ് ആണ് ഇതിന്റെ മെയിൻ ഇതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് വൈറ്റനിങ് ചെയ്യാനും ഈ കിറ്റ് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ടാനായിട്ട് വരുന്നവർക്ക്, അത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ 3 ഫേഷ്യലും നമുക്ക് ഓൾ സ്കിന്നിന് ചെയ്യാൻ പറ്റിയ ഫേഷ്യൽ കിറ്റുകളാണ്.
എല്ലാ സ്കിന്നിനും ഒരേപോലെ നമുക്ക് എല്ലാ സ്കിന്നിനും ചെയ്യാൻ പറ്റിയ ഫേഷ്യൽ കിറ്റാണ് ഈ പറഞ്ഞ 3 ഫേഷ്യൽ കിറ്റ്. അപ്പോൾ ഇത് 3ഉം എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള 3 കിറ്റുകളാണ്. അപ്പോൾ ടാൻ ഉള്ളവർക്ക് ടാൻ ചെയ്യാനായിട്ട് ടാൻ ഫേഷ്യൽ കിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് ഫേസിൽ ഗ്ലോ കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ഗ്ലോ ആയിട്ടുള്ള ഫേഷ്യൽ കിറ്റ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഫ്രൂട്ട് ഫേഷ്യലും നമുക്ക് ഓൾ സ്കിന്നിന് ചെയ്യാൻ പറ്റിയ ഫേഷ്യൽ കിറ്റാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ മാരേജ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ചെയ്യാനായിട്ടും പിന്നെ അതുപോലെ തന്നെ സ്കിന്നിന് നന്നായിട്ട് ഡാർക്ക് ആയിട്ടുള്ള സ്കിന്നിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് VLCCയുടെ ഡയമണ്ട് ഫേഷ്യൽ കിറ്റ്. അപ്പോൾ ഇതും അത്യാവശ്യം റിസൾട്ട് ഉള്ള ഒരു ഫേഷ്യൽ കിറ്റ് തന്നെയാണ്. പിന്നെ വരുന്നതെന്ന് പറയുന്നത് ചാർക്കോളിന്റെ ഫേഷ്യൽ കിറ്റ് ആണ്. അപ്പോൾ ചാർക്കോളിന്റെ ഫേഷ്യലും അതുപോലെ തന്നെയാണ്, നല്ല റിസൾട്ടാണ്. കാരണം ഡള്ള് സ്കിന്നിന് ഡാർക്ക് ആയിട്ടുള്ള സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫേഷ്യൽ കിറ്റ് ആണ് ചാർക്കോളിന്റെ ഫേഷ്യൽ കിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട, അതായത് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ഫേഷ്യൽ കിറ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 3 ഫേഷ്യൽ കിറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കിറ്റാണ്. എന്ന് പറഞ്ഞ് മറ്റുള്ള കമ്പനികൾ ഒരിക്കലും ബാഡാണ് എന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു ഫേഷ്യൽ കിറ്റിൽ നിങ്ങളെ ഞാൻ അറിയിക്കുന്നത്. അത് മാത്രമല്ല വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ പലരും എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, മാഡം ഏത് ഫേഷ്യൽ കിറ്റാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്ന കമ്പനികളുടെ പേരൊന്ന് പറയാമോ എന്ന്. അപ്പോൾ എനിക്ക് എല്ലാ കമ്പനിയും പറയാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കമ്പനിയുടെ ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനിയും 2-3 കമ്പനികളുണ്ട്. അപ്പോൾ അത് ഇനി വരും വഴിയെ ഞാൻ എന്തായാലും വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. കാരണം പലരും ഡൗട്ട് ചോദിച്ചിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. കാരണം ഓൾ സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റിയതും അതുപോലെ തന്നെ ഇപ്പൊ ടാൻ ആയിട്ടുള്ളവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഫേഷ്യൽ ഏതാണ് എന്ന് ചോദിച്ചവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എന്തായാലും പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് വരുന്ന ഒക്ടോബർ 2-നാണ് നമ്മുടെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിന് ചെറിയൊരു രജിസ്ട്രേഷൻ ഫീസും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ക്ലാസ് വെച്ച സമയത്ത് ഫ്രീ ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് പലരും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇടുന്ന ക്ലാസ്സുകൾ വെറുതെ കണ്ടിട്ട് എക്സാം എഴുതാമെന്ന് വിചാരിക്കേണ്ട. കാരണം നമ്മുടെ ക്ലാസ് കാണുന്നവർക്ക് നന്നായിട്ട് പ്രാക്ടീസ് എന്നുള്ള കാര്യം മസ്റ്റാണ്. പ്രാക്ടീസ് ചെയ്യും എന്ന് ഉറപ്പുള്ളവർ മാത്രം ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്താൽ മതിയാകും. അല്ലാത്തവരൊന്നും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല. കാരണം നമുക്ക് ബ്യൂട്ടീഷ്യൻ കോഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ ഒരു തിയറി കണ്ട് നമുക്കൊരിക്കലും ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നും തന്നെ പ്രാക്ടീസ് ആണ്. പ്രാക്ടീസ് ഇല്ലാതെ ഒരു കാര്യവും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർ മസ്റ്റായിട്ട് ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ മസ്റ്റായിട്ട് ചെയ്യേണ്ടത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ മതിയാവും. അപ്പൊ അത് ഞാനിങ്ങനെ എടുത്തു പറയുന്നത് പലരും ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറയുമ്പോൾ അവരെല്ലാം പലരും പല എക്സ്ക്യൂസും പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒക്ടോബർ 2-നാണ്. അപ്പോൾ ക്ലാസ്സുകൾ ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കാവുന്നതാണ്. അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതിയാകും. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.